എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അറിയാം, ഷോൾഡർ താഴോട്ട് ഇറങ്ങുമ്പോൾ എനിക്കറിയാം. ഇതല്ലേ അശോക സ്തംഭം, മൊത്തം സൈസും ഒക്കെ അറിയാം. ആദ്യത്തെ 25 കൊല്ലം നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചാൽ ബാക്കി 50 കൊല്ലം രാജാവിനെ പോലെ ജീവിക്കാം. ഓഫീസിന്റെ ഒരു ഉപഹാരം ബഹുമാനായ നമ്മുടെ രൂപേഷ് സാറിന് നൽകുകയാണ്. എല്ലാവരും ഇങ്ങോട്ട് നീങ്ങില്ല, എല്ലാവരും നീങ്ങില്ലേ, എല്ലാവരും നീങ്ങില്ല, നിങ്ങളെല്ലാം ഇങ്ങോട്ട് നീങ്ങില്ലേ, എല്ലാവരും മൊത്തം പേരുടെ ചേർന്ന് പിടിക്കുക, എല്ലാവരും പിടിച്ചു കൊടുക്കും. ഇതല്ലേ അശോക സ്തംഭം. അല്ല, ഞാൻ ഇതിൽ ടച്ച് ചെയ്തു, പിടിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ്? ഏകദേശം. ഓഫീസിലെ ഫയലുകളൊക്കെ എങ്ങനെയാണ്? ഫയലുകൾ ഞാൻ പൂർണ്ണമായും പഠിക്കും. ഫസ്റ്റ് ഫയൽ ആരെങ്കിലും കൊണ്ട് വായിപ്പിക്കും. വായിപ്പിച്ചതിന് ശേഷം അത് പിന്നെ ഞാൻ എൻ്റെ ബ്രെയിനിൽ സൂക്ഷിക്കും. അപ്പോൾ ചുമ്മാതെ കേട്ട് പോകില്ല ഒരു ഫയലും. ഒരാൾ വായിച്ചിരുന്നോണ്ട് മാത്രം ഒരു ഫയലിൽ നിന്ന് എല്ലാം എടുക്കത്തില്ല. ഞാൻ എൻ്റെ രീതിയിൽ അതിനെക്കുറിച്ച് മറ്റന്വേഷണങ്ങൾ നടത്തി ഒരു തൃപ്തികരമായ അറിവിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ ഫയലിൽ വർക്ക് തുടങ്ങത്തുള്ളൂ. ഇല്ല, ഇപ്പൊ സാറ് പറഞ്ഞ രീതിയിൽ ഫയലുകളെ ആഴത്തിൽ പഠിക്കുന്നതിനുള്ള കഴിവുകളൊന്നും നമുക്ക് ഇപ്പൊ എന്തായാലും ഇല്ല. അതല്ല, സാറിലെന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സാറിനുള്ള ഉൾക്കാഴ്ചയെ നമ്മൾ കാണാതെ പോകരുത്. അതായത് നമ്മൾക്കിപ്പോൾ അറിയാം, എല്ലാ മനുഷ്യർക്കും പരിമിതികളുണ്ട്. ചിലർക്ക് സാമ്പത്തികമായ പരിമിതികളുണ്ട്, പദവികളുടെ പരിമിതികളുണ്ട്, സമൂഹത്തിൽ പല രീതിയിലുള്ള പരിമിതികളുണ്ട്, ആരോഗ്യപരമായ പരിമിതികളുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം അതിനെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് സമൂഹത്തിലെ ഒരു മികച്ച സന്ദേശം നൽകിക്കൊണ്ടൊരു പൂർണ്ണതയിൽ എത്തുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു മഹത് വ്യക്തിത്വമായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് സാറിനെ പോലെ ഒരാളിനെ ഞങ്ങൾക്ക് ഇവിടെ ഭരണശിലാ കേന്ദ്രത്തിൽ മാവേലിക്കരയിൽ കിട്ടിയപ്പോൾ ഇന്നത്തെ സ്വാതന്ത്ര്യദിനാഘോഷം എന്തുകൊണ്ടും ഉജ്ജ്വലമായിട്ട് തന്നെയാണ് നമ്മൾക്ക് മോട്ടോർ വാഹന വകുപ്പിന് തോന്നിയിരിക്കുന്നത്. അങ്ങനെ കിട്ടിയിട്ടില്ല, കൃത്യമായ ജോലി ചെയ്യിച്ചിട്ടുണ്ട്. മനോജ് സാറ് എക്സ്ട്രാ പെർഫെക്റ്റ് ആയ ഒരു ഉദ്യോഗസ്ഥനാണ്. സാറിന്റെ ഒരു കുറ്റം ഒരു മനുഷ്യനും എനിക്ക് തോന്നുന്നില്ല സർക്കാർ സർവീസ് ഇരിക്കുന്ന ഒരാൾക്ക് കണ്ടെത്താൻ പറ്റും. അല്ല, സാറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു പോരായ്മ കളക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദീകരണം മാത്രമേ സാറിനോട് ചോദിച്ചു. അതൊക്കെയാണ് സാറിനെ നമ്മളിൽ കൂടുതൽ സ്വീകാര്യനാക്കി മാറ്റിയത്. വകുപ്പിനെ സംബന്ധിച്ച് റവന്യൂ ഏണിംഗ് ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ സർക്കാരിലേക്ക് കൃത്യമായി ചെല്ലേണ്ട പൈസകൾ മേടിക്കുന്നതിൽ ഡിപ്പാർട്ട്മെന്റിനേക്കാൾ ഏറെ ശുഷ്കാന്തി ആ വകുപ്പിന്റെ മേധാവി എന്നുള്ള രീതിയിൽ ആലപ്പുഴ ജില്ലയിൽ ഇരിക്കുമ്പം അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ് നമ്മൾക്ക് അതിശയകരമായിട്ടും തോന്നിയത്. അതുപോലെ സ്വീകാര്യമാക്കി മാറ്റിയത് നമ്മളെ ഒരു സാഹചര്യം നമുക്ക് എന്താണോ ഇല്ലാത്തത് അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ എപ്പോഴും ശരീരം പ്രാപ്തിയാകും. ഇപ്പൊ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായപ്പോൾ ഞാൻ കൊച്ചിലെ തൊട്ട് അതിനനുസരിച്ച് ഡെവലപ്പായി. ഇപ്പൊ എനിക്ക് 3 ഭാഷയും ഞാൻ എഴുതും. പക്ഷെ എഴുതുന്നതെന്ന് പറയാം, എഴുതുന്ന അക്ഷരങ്ങൾ ഞാൻ കാണാറില്ല, പക്ഷെ ഞാൻ കൃത്യമായിട്ട് എഴുതും. ഹിന്ദി എഴുതും, ഇംഗ്ലീഷും മലയാളം എഴുതും. അപ്പൊ ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ ഇല്ലാത്തത് അതിനെ അതിജീവിക്കണം. അപ്പൊ ഒരു കാഴ്ചയില്ലെങ്കിൽ ബാക്കി അവയവങ്ങൾ കൊണ്ട് കാഴ്ചയെ ആ പോരായ്മ ഇല്ലാതാക്കി എടുക്കുക. കേൾവിയില്ലെങ്കിൽ ബാക്കി അവയവങ്ങൾ കൊണ്ട് അത് ഉപയോഗിക്കുക. കാരണം ബാക്കി അവയവങ്ങൾ ഉപയോഗിക്കാതിരുന്നിട്ട് ഇല്ലാത്തതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പല സ്ഥലത്ത് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്ന പോലെ ശരീരം പോകത്തില്ല. അപ്പൊ മറ്റ് സപ്പോർട്ട് വേണ്ടി വരും. പക്ഷെ അപ്പോഴൊന്നും തളരരുത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പോരായ്മയെ മറികടക്കാനുള്ള മാർഗങ്ങൾ തേടുക എന്നതാണ്. KS എങ്ങനെയോ വന്നു പെട്ടതാണ്. ഞാൻ ആഗ്രഹിച്ച് വന്നതല്ല. കാരണം എനിക്ക് ടീച്ചിങ് പോസ്റ്റ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം. പിന്നെ വീട്ടിലെല്ലാവരും കൂടെ അന്ന് കൂട്ടത്തോടെ സ്കൂളിൽ നിന്ന് അപ്ലൈ ചെയ്തപ്പോൾ ഞാനും കൂടെ അങ്ങ് അപ്ലൈ ചെയ്തു. ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഈ ജോലി മാക്സിമം പെർഫോം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം RR ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു, അപ്പിലിയേറ്റ് അതോറിറ്റിയിലെ സബ് ജഡ്ജായിട്ടിരുന്ന് ഇപ്പം ജില്ലാ ഇൻഷുറൻസ് ഓഫീസർ, അസിസ്റ്റന്റ് ജില്ലാ ഇൻഷുറൻസ് ഓഫീസർ ആയിട്ടിരിക്കുന്നു. ഒരു തവണ കേട്ടത് വീണ്ടും ഞാൻ അടുത്ത സമയത്ത് കേൾക്കുവാണെങ്കിൽ ഞാനത് തിരിച്ചറിയും. മനസ്സിലാവും. കുറെ വർഷങ്ങൾക്ക് ശേഷം മനോജ് സാർ വന്ന് വിളിച്ചോണ്ട് എനിക്ക് മനോജ് സാറിനെ മനസ്സിലായി. കാരണം എനിക്ക് ഒരുപാട് ലോങ് പീരീഡ് വർഷങ്ങളുടെ ഇത് വന്നാലേ എനിക്ക് മനസ്സിലാകാതിരിക്കത്തുള്ളൂ. ഇപ്പൊ ഞാനിന്ന് അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം, ഞാൻ ഇങ്ങോട്ട് വന്ന് സാറിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. സാറേ എപ്പോൾ വന്നോന്ന് ചോദിച്ചപ്പോൾ തന്നെ സാർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു, നമ്മളൊരു വേദി വെച്ച് കണ്ടിട്ടുണ്ടല്ലോ, സജു എന്നാണോ പേര് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അപ്പൊ ഞാൻ സാറിൻ്റെ സാറേ ഞാൻ മറന്നു പോയിരുന്നു. ഒരു 1.5 വർഷം മുമ്പാണല്ലേ സാറേ, ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഡേയുടെ അന്ന് സാറ് ഒരു വലിയൊരു പ്രസംഗം നടത്തി. അപ്പൊ ഞാനത് മനോജ് സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സാറിനെ പറ്റി കൂടുതലായിട്ട് എൻ്റെ അടുത്ത് പറയുന്നു. പക്ഷെ എൻ്റെ പേര് സാർ ഓർത്തിരുന്നു,
എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എൻ്റെ ഒരു രൂപത്തിന്റെ ഏകദേശ ധാരണ സാറിന്റെ മനസ്സിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രൂപത്തെ കുറിച്ച് അറിയത്തില്ല, റിയൽ സാറേ. ഇല്ല, ഏകദേശം പൊക്കം സൈസും ഒക്കെ അറിയാം. സംസാരം സാറിനെക്കാട്ടിൽ മേളിൽ പോയി. അതുകൊണ്ട് വിവരമുണ്ടെന്ന് ഉയരം. നമ്മളിവിടെ കൂടി നിൽക്കുന്ന ചെറുപ്പക്കാർക്കും കൂടി ഒരു പാടാണ്. കാരണം എല്ലാ കഴിവും ഉണ്ടായിട്ടും ഒന്നും ആകാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ സ്വയം പഴി പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടായിട്ട്. സാറ് ഞങ്ങൾക്കൊക്കെ ഒരു പാഠമാണ്. പ്രത്യേകിച്ച് സാറ് ഫയൽ നോക്കുന്ന കാര്യവും ഓരോ ഫയലും ഒരു ജീവിതങ്ങളാണ് എന്നുള്ള സാറിന്റെ ഒരു വാക്കുകളും ഒക്കെ ഞങ്ങൾക്കും കൂടെ അത്ര പ്രചോദനം. നിങ്ങൾ നോക്കാറുണ്ടോ? അത്രയും സൂക്ഷ്മമായിട്ട് നോക്കാറില്ലെന്ന് പറയാൻ ചിലപ്പോൾ മനോജ് സാറ് എന്തെങ്കിലും പറയാതെ നോക്കുമെന്ന് പറയാനേ രക്ഷയുള്ളൂ. എനിക്കൊന്ന് സാറ് ഒരു ദിവസത്തിൽ ഒരുപാട് സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ? ഞങ്ങളൊക്കെ സാറിന് രാവിലെ വന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ടി വരുന്നില്ല. ഒരു തവണ നോക്കിയാൽ അത് എത്ര വർഷമായാലും എന്റെ ഉള്ളിൽ ഉണ്ടാവും. ഇപ്പൊ ഈ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന എക്സൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു ഫാക്ടറിയുടെ ഫയലാണ് റവന്യൂ. അപ്പൊ ഇപ്പൊ ഹൈക്കോടതിയിലൊക്കെ പോയിരിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ 6 ഡെപ്യൂട്ടി കളക്ടർ, ഇപ്പോഴത്തെ 6 ഡെപ്യൂട്ടി കളക്ടർ പോലും ആ ഫയലിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. കാരണം അത് അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും ഇപ്പൊ 6 മാസം ആയെങ്കിലും എനിക്ക് ആ ഫയൽ കംപ്ലീറ്റ് അറിയാം. അതിൽ ഓരോ എഴുതി വെച്ചിരിക്കുന്ന വരികൾ ഉൾപ്പെടെ എനിക്കറിയാം. അതിനകത്ത് എന്താണ് അതിനകത്ത് നോട്ട് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പലരും ഞാൻ പോയി കഴിഞ്ഞ് ഇപ്പോഴും റവന്യൂലുള്ളത് പല കാര്യങ്ങൾക്ക് എന്നെ വിളിച്ച് ഓരോ കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഒരു സാർ ഇങ്ങനെ ആയിരിക്കണം ഉദ്യോഗസ്ഥർ. അതെ അതെ, തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടെ സാറിനോട് ചോദിച്ചു. ഇപ്പൊ ഞങ്ങൾ ഒരുപാട് കുട്ടികളുണ്ട്, പിന്നെ ഞങ്ങളുടെയൊക്കെ മക്കളൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു സന്ദേശം സാറിന്? ഗാന്ധിജിക്കൂടെ ജീവിതത്തിന്റെ ഫസ്റ്റ് ഭാഗം, അതായത് 3 ലെവലാണ് ലൈഫ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു 25 കൊല്ലം, അടുത്തൊരു 25 കൊല്ലം, മൂന്നാമത്തെ ഒരു 25 കൊല്ലം. ആദ്യത്തെ 25 കൊല്ലം നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചാൽ ബാക്കി 50 കൊല്ലം രാജാവിനെ പോലെ ജീവിക്കാം. അതല്ല, ആദ്യത്തെ 25 കൊല്ലം നമ്മൾ വീട്ടുകാരുടെ ചെലവിൽ രാജാവിനെ പോലെ ജീവിച്ചാൽ പിന്നത്തെ 50 കൊല്ലം രാജാവിനെ പോലെ ജീവിക്കേണ്ടി വരും. വളരെ പ്രസക്തമായ വരികളാ സാറ് പറഞ്ഞത്. കറക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ 25 കൊല്ലം കഷ്ടപ്പെട്ട് 50 കൊല്ലം രാജാവിനെ പോലെ ജീവിക്കുക. ഒരിക്കലും ജീവിതത്തിൽ എന്തെങ്കിലും ആകാതെ സുഖവും സന്തോഷത്തിനും പുറകെ പോകരുത്. സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തമായി വരുമാനം ഉണ്ടാക്കാനും മാത്രമേ ഒരാൾ സന്തോഷിക്കാവൂ. മറ്റുള്ളവരുടെ അച്ഛനമ്മമാരുടെ ആണേലും മറ്റു ബന്ധുക്കളുടെ ആണേലും ചെലവിലിരുന്നുകൊണ്ട് ഒരാളും സന്തോഷിക്കരുത്. നമ്മുടെ ഔട്ട്പുട്ട് കണ്ടെത്തി നമ്മളിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുമ്പോഴേ നമുക്ക് സന്തോഷം വരാവൂ. അപ്പോഴേ നമ്മൾ ആനന്ദിക്കാൻ തുടങ്ങാവൂ. അല്ലാതെ ചൈൽഡ്ഹുഡ് തൊട്ടേ കയറി അങ്ങ് എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഒന്നും ആയിത്തീരത്തില്ല. എപ്പോഴും ഊണിലും ഉറക്കത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. എന്ത് കിട്ടിയാലും സാറ്റിസ്ഫൈഡ് ആകരുത്. കാരണം എന്നാൽ മോശമായ ഒന്നിനോട് ആർത്തിയും വരരുത്. നമ്മൾ എപ്പോഴും ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് ഒരു മനുഷ്യന് വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ ഏത് ലെവലിലും എത്തിച്ചേരും.